وَإِذَا جَاءَكَ الَّذِينَ يُؤْمِنُونَ بِآيَاتِنَا فَقُلْ سَلَامٌ عَلَيْكُمْ كَتَبَ رَبُّكُمْ عَلَى نَفْسِهِ الرَّحْمَةَ أَنَّهُ مَنْ عَمِلَ مِنكُمْ سُوءًا بِجَهَالَةٍ ثُمَّ تَابَ مِنْ بَعْدِهِ وَأَصْلَحَ فَأَنَّهُ غَفُورٌ رَحِيمٌ. നമ്മുടെ സൂക്തങ്ങളിൽ വിശ്വാസമുള്ളവർ നിന്നെ സമീപിക്കുമ്പോൾ അവരോട് പറയുക, നിങ്ങൾക്കു സമാധാനം. നിങ്ങളുടെ നാഥൻ കാരുണ്യം തന്റെ സ്ഥായീ ഭാവമായി സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളിലൊരുവൻ അജ്ഞതയാൽ ഒരു തിന്മ പ്രവർത്തിച്ചു പോവുകയും എന്നിട്ട് അതിനുശേഷം പശ്ചാത്തപിക്കുകയും സ്വയം സംസ്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ മാപ്പ് കൊടുക്കുകയും കരുണയോടെ വർത്തിക്കുകയും ചെയ്യുമെന്നത് അവന്റെ ഈ കാരുണ്യവും ഔദാര്യവും തന്നെയാകുന്നു. ഈ ഘട്ടത്തിൽ നബിയിൽ വിശ്വസിച്ചവരിൽ സിംഹഭാഗവും ജാഹിലിയ്യ കാലത്ത് പല മഹാ അപരാധങ്ങളും പ്രവർത്തിച്ചു പോയവരായിരുന്നു. ഇസ്ലാം സ്വീകരിച്ച ശേഷം അവരുടെ ജീവിതം അപ്പടി മാറിയിട്ടുണ്ടെങ്കിലും പൂർവ്വ ചെയ്തികൾ എടുത്തു പറഞ്ഞ് അവരെ ആക്ഷേപിക്കുകയാണ് ശത്രുക്കൾ ചെയ്തിരുന്നത്. ഇതിന്റെ ഫലമായി ആ ശുദ്ധാത്മാക്കൾക്ക് വലിയ മനോവേദന അനുഭവപ്പെട്ടിരുന്നു. അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ സൂക്തം അവതരിച്ചത്. പ്രവാചകരെ, അവരെ സാന്ത്വനപ്പെടുത്തുക. പശ്ചാത്തപിച്ച് സ്വന്തം ജീവിതത്തെ സംസ്കരിച്ച ഒരു വിഭാഗത്തെ പൂർവ്വ തെറ്റുകളുടെ പേരിൽ പിടികൂടുകയെന്ന നയം അല്ലാഹുവിനില്ലെന്ന് അവരെ അറിയിക്കുക. وَكَذَلِكَ نُفَصِّلُ الْآيَاتِ وَلِتَسْتَبِينَ سَبِيلُ الْمُجْرِمِينَ. ഇപ്രകാരം നാം സൂക്തങ്ങൾ വിശദമായി അവതരിപ്പിക്കുന്നു, പാപികളുടെ വഴി തികച്ചും വെളിവായി കാണുന്നതിനു വേണ്ടി. ഈ പ്രവാചകന് അദ്ദേഹത്തിന്റെ റബ്ബിങ്കിൽ നിന്ന് ഒരു ദൃഷ്ടാന്തവും അവതരിക്കാത്തതെന്ത് എന്ന 37-ാം ആയത്ത് മുതൽ ഇതുവരെയുള്ള പ്രഭാഷണത്തിലേക്കാണ് ഇപ്രകാരം എന്ന വാക്കിന്റെ സൂചന. വിവക്ഷ ഇതാണ്: ഇത്രത്തോളം സുവ്യക്തവും അസന്നിഗ്ധവുമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ഉണ്ടായിരുന്നിട്ടും സത്യനിഷേധത്തിൽ ഷഡിച്ചു നിൽക്കുന്നത് തങ്ങൾ മഹാപാതകികളാണെന്നതിനുള്ള അനിഷേധ്യമായ തെളിവാണ്. വാസ്തവത്തിൽ ഇവർ ദുർമാർഗപ്രേമികളത്രേ. അതുകൊണ്ടാണ് ചീത്ത മാർഗത്തിൽ തന്നെ ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സത്യത്തിന് തെളിവുകളും ദൃഷ്ടാന്തങ്ങളും പോരാഞ്ഞിട്ടല്ല, തങ്ങൾക്കനുകൂലമായി ചില തെളിവുകളെങ്കിലും ഉള്ളതുകൊണ്ടുമല്ല. ഈ യാഥാർത്ഥ്യം ഇപ്പോൾ തികച്ചും വ്യക്തമായിരിക്കുന്നു. قُلْ إِنِّي نُهِيتُ أَنْ أَعْبُدَ الَّذِينَ تَدْعُونَ مِن دُونِ اللَّهِ قُلْ لَا أَتَّبِعُ أَهْوَاءَكُمْ قَدْ ضَلَلْتُ إِذًا وَمَا أَنَا مِنَ الْمُهْتَدِينَ. പ്രവാചകൻ അവരോട് പറയുക, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് എനിക്ക് വിരോധിക്കപ്പെട്ടിരിക്കുന്നു. പറയുക, ഞാൻ നിങ്ങളുടെ തന്നിഷ്ടങ്ങൾ പിന്തുടരുകയില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഞാൻ പിഴച്ചുപോയതു തന്നെ, സന്മാർഗം ലഭിച്ചവരിൽ ഉൾപ്പെടുകയില്ല. قُلْ إِنِّي عَلَى بَيِّنَةٍ مِّن رَّبِّي وَكَذَّبْتُم بِهِ مَا عِندِي مَا تَسْتَعْجِلُونَ بِهِ إِنِ الْحُكْمُ إِلَّا لِلَّهِ يَقُصُّ الْحَقَّ وَهُوَ خَيْرُ الْفَاصِلِينَ. പറയുക, ഞാൻ എന്റെ റബ്ബിങ്കൽ നിന്നുള്ള തെളിഞ്ഞ ദൃഷ്ടാന്തത്തിൽ നിലകൊള്ളുന്നവനാകുന്നു. നിങ്ങളോ അതിനെ നിഷേധിച്ചിരിക്കുന്നു. നിങ്ങൾ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ സംഗതി ഇപ്പോൾ എന്റെ അധികാരത്തിലില്ല. വിധി തീർപ്പിന്റെ സമസ്ത അധികാരങ്ങളും അല്ലാഹുവിന് മാത്രമാകുന്നു. അവനാകുന്നു യഥാർത്ഥ സംഗതി വിവരിക്കുന്നത്. തീരുമാനമെടുക്കുന്നവരിൽ അതിസമർത്ഥനായവനും അവൻ തന്നെ. ദൈവിക ശിക്ഷയിലേക്കാണ് സൂക്തത്തിന്റെ സൂചന. പ്രവാചകനെ വാദത്തിൽ പരാജയപ്പെടുത്താനായി എതിരാളികൾ ചോദിച്ചിരുന്നു, താൻ ദൈവനിയുക്തനായ പ്രവാചകനാണെന്ന് വാദിക്കുന്നു. എങ്കിൽ തന്നെ ഞങ്ങൾ കള്ളവാദിയെന്നും മറ്റും തുറന്നാക്ഷേപിച്ചിട്ടും
ഞങ്ങളുടെ മേൽ ദൈവശിക്ഷ എന്തുകൊണ്ടിറങ്ങുന്നില്ല? വല്ലവനും തന്നെ നിഷേധിക്കുകയോ അവഹേളിക്കുകയോ ചെയ്താൽ ഉടൻ ഭൂമി പിളർന്ന് അവൻ അതിൽ ആണ്ടുപോവണം. അല്ലെങ്കിൽ ആകാശത്തുനിന്ന് ഇടിത്തീ വീണ് അതിൽ ഭസ്മമായി തീരണം. ഇതാണല്ലോ താൻ ദൈവനിയുക്തനായ പ്രവാചകനാണ് എന്നതിന്റെ അടയാളവും അനിവാര്യ താൽപര്യവും. എന്നാൽ അതുണ്ടാവുന്നില്ല. മറിച്ച് ഈ ദൈവദൂതനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും നിരന്തരം പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവരെ അധിക്ഷേപിക്കുന്നവർക്കും കല്ലെറിയുന്നവർക്കുമാകട്ടെ ബഹുസുഖവും. قُلْ لَوْ أَنَّ عِندِي مَا تَسْتَعْجِلُونَ بِهِ لَقُضِيَ الْأَمْرُ بَيْنِي وَبَيْنَكُمْ وَاللَّهُ أَعْلَمُ بِالظَّالِمِينَ. പറയുക, നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സംഗതി എന്റെ അധികാരത്തിൽപ്പെട്ടതായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കുമിടയിൽ തീരുമാനം എപ്പോഴോ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. പക്ഷേ ധിക്കാരികളോട് എന്ത് നടപടിയെടുക്കണമെന്ന് നന്നായി അറിയുന്നവൻ അല്ലാഹുവല്ലോ. وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. അതിഭൗതിക രഹസ്യങ്ങളുടെ താക്കോലുകൾ അവന്റെ പക്കൽ തന്നെയാകുന്നു. അവനല്ലാതാരും അതറിയുന്നില്ല. കരയിലും കടലിലുമുള്ളതൊക്കെയും അവൻ അറിയുന്നു. അവനറിയാതെ മരത്തിൽ നിന്ന് ഒരില കൊഴിയുന്നില്ല. അവന്റെ ജ്ഞാനത്തിൽപ്പെടാതെ ഭൂമിയുടെ ഇരുണ്ട മൂടുപടങ്ങളിൽ ഒരു ധാന്യമണിയുമില്ല. പച്ചയും ഉണങ്ങിയതുമെല്ലാം ഒരു തെളിഞ്ഞ ഗ്രന്ഥത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. وهو الذي يتوفاكم بالليل ويعلم ما جرحتم بالنهار ثم يبعثكم فيه ليقضى أجل مسمى ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون. രാവിൽ നിങ്ങളുടെ ജീവനെ പിടിച്ചുവെക്കുന്നത് അവനാകുന്നു. പകലിലും നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തും അവൻ അറിയുന്നുണ്ട്. അനന്തരം നിങ്ങളുടെ ജീവിതത്തിന്റെ നിശ്ചിത അവധി പൂർത്തീകരിക്കുന്നതിന് അടുത്ത ദിവസം നിങ്ങളെ ഇതേ ലോകത്തേക്ക് തന്നെ എഴുന്നേൽപ്പിക്കുന്നു. അവസാനം അവങ്കലേക്കാകുന്നു നിങ്ങളുടെ മടക്കം. പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്തെന്ന് അവൻ നിങ്ങളെ അറിയിക്കും. وهو القاهر فوق عباده ويرسل عليكم حفظة حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون. തന്റെ ദാസന്മാരുടെ മേൽ അവന് തികഞ്ഞ അധികാരമുണ്ട്. അവൻ നിങ്ങൾക്കുമീതെ മേൽനോട്ടക്കാരെ നിശ്ചയിച്ചയക്കുന്നു. അങ്ങനെ നിങ്ങളിലൊരുവന് മരണസമയമായാൽ അവൻ നിയോഗിച്ച മലക്കുകൾ അയാളുടെ ജീവൻ പിടിച്ചെടുക്കുന്നു. അവർ കർത്തവ്യനിർവഹണത്തിൽ ഒട്ടും വീഴ്ച വരുത്തുന്നില്ല. നിങ്ങളുടെ ഓരോരോ ചലനങ്ങളും മൊഴികളും ശരിയായി വീക്ഷിച്ച് അവയെല്ലാം രേഖപ്പെടുത്തി ഭദ്രമായി സൂക്ഷിക്കുന്ന മലക്കുകളാണ് അല്ലാഹു നിശ്ചയിക്കുന്ന മേൽനോട്ടക്കാർ. ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين. പിന്നീട് സർവരും അവരുടെ യഥാർത്ഥ യജമാനനായ അല്ലാഹുവിങ്കിലേക്ക് മടക്കപ്പെടുന്നു. അറിയുക,
വിധിതീർപ്പിന്റെ സമസ്താധികാരങ്ങളും അവന് മാത്രമുള്ളതാകുന്നു. വിചാരണ ചെയ്യുന്നതിൽ അവൻ വളരെ വേഗമുള്ളവനുമാകുന്നു. قُلْ مَن يُنَجِّيكُم مِّن ظُلُمَاتِ الْبَرِّ وَالْبَحْرِ تدعونه تضرعا وخفية لئن أنجانا من هذه لنكونن من الشاكرين. പ്രവാചക, അവരോട് ചോദിക്കുക, മരുഭൂമിയുടെയും മഹാസമുദ്രത്തിന്റെയും അന്ധകാരങ്ങളിൽ ആരാണ് നിങ്ങളെ അപായങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്? ആപൽസന്ധികളിൽ നിങ്ങൾ അതിവണക്കത്തോടെ സ്വകാര്യമായി പ്രാർത്ഥിക്കുന്നത് ആരോടാകുന്നു? ഈ അപകടത്തിൽ നിന്ന് രക്ഷിച്ചാൽ ഞങ്ങൾ തീർച്ചയായും നന്ദിയുള്ളവരായിരിക്കുമെന്ന് ആരോടാണ് നിങ്ങൾ അപേക്ഷിക്കാറുള്ളത്? قُلِ اللَّهُ يُنَجِّيكُم مِّنْهَا وَمِن كُلِّ كَرْبٍ ثُمَّ أَنتُمْ تُشْرِكُونَ. പറയുക, അല്ലാഹുവാകുന്നു അതിൽ നിന്നും മറ്റു സകല ക്ലേശങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ അപരന്മാരെ അവന്റെ പങ്കുകാരായി ആരോപിക്കുന്നു. അള്ളാഹു മാത്രമാണ് സർവശക്തൻ, സകല അധികാരങ്ങളുടെയും ഉടമസ്ഥനും മനുഷ്യന്റെ എല്ലാ ഗുണദോഷങ്ങളുടെയും പരമാധികാരിയും അവനാണ്. അവന്റെ കരുത്തുറ്റ കൈകളിലാണ് മനുഷ്യന്റെ ഭാഗധേയം നിലകൊള്ളുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾക്കുള്ള സാക്ഷ്യം മനുഷ്യനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഒരു വിഷമസന്ധി നേരിടുകയും കാര്യകാരണ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കാണുകയും ചെയ്യുമ്പോൾ അവൻ നിസ്സഹായനായി അള്ളാഹുവിങ്കിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. ഇത്തരം വ്യക്തമായ അടയാളങ്ങൾ ധാരാളമുണ്ടായിട്ടും അവൻ യാതൊരു ന്യായമോ തെളിവോ കൂടാതെ അള്ളാഹുവിനോട് ദിവ്യത്വത്തിൽ ഇതരന്മാരെ പങ്കുകൂട്ടുന്നു. തിന്നു വളരുന്നത് അള്ളാഹുവിന്റെ ആഹാരം, അന്നദാതാവായി വരിക്കുന്നതോ ഇതരന്മാരെ. സഹായം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന്. സഹായിയും സഹകാരിയുമായി സങ്കൽപ്പിക്കുന്നതോ അന്യന്മാരെ. അള്ളാഹുവിന്റെ അടിമയായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അടിമവേലയെടുക്കുന്നു. സങ്കടനിവൃത്തി വരുത്തുന്നത് അള്ളാഹു. ദുരവസ്ഥയിൽ തൊണ്ടയിടറി പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവോട്. എന്നാൽ ആ ഭയങ്കര പ്രതിസന്ധി അങ്ങ് തരണം ചെയ്താൽ പിന്നെ സഹായിയായി മനുഷ്യൻ കൈകൊള്ളുന്നത് മറ്റു ചിലരെയും. അവരുടെ പേരിൽ നേർച്ചാ വഴിപാടുകൾ അർപ്പിച്ച് അവരെ പ്രസാദിപ്പിക്കുന്നു. قُلْ هُوَ الْقَادِرُ عَلَىٰ أَن يَبْعَثَ عَلَيْكُمْ عَذَابًا مِّن فَوْقِكُمْ أَوْ مِن تَحْتِ أَرْجُلِكُمْ أَوْ يَلْبِسَكُمْ شِيَعًا وَيُذِيقَ بَعْضَكُم بَأْسَ بَعْضٍ انظُرْ كَيْفَ نُصَرِّفُ الْآيَاتِ لَعَلَّهُمْ يَفْقَهُونَ. പറയുക, അവൻ നിങ്ങളുടെ മേൽ മുകളിൽ നിന്ന് ശിക്ഷ ഇറക്കുന്നതിന് കഴിവുറ്റവനാകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പാദങ്ങൾക്കടിയിൽ നിന്ന് ഉയർത്തുന്നതിന്. അതുമല്ലെങ്കിൽ നിങ്ങളെ കക്ഷികളായി ഭിന്നിപ്പിച്ച് പരസ്പരം പരാക്രമം അനുഭവിപ്പിക്കാൻ. നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിവിധ രൂപേണ അവരുടെ മുമ്പിൽ ആവർത്തിച്ചവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്ങനെയെന്ന് നോക്കുക. അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയെങ്കിലോ? ദൈവശിക്ഷ അതിവിദൂരമാണെന്ന് ഭാവിച്ച് സത്യവിരോധത്തിൽ ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്ന ആളുകൾക്കൊരു താക്കീതാണിത്. ദൈവശിക്ഷ വന്നെത്താൻ താമസമൊട്ടും വേണ്ടതില്ല. ഒരു പ്രളയത്തിന് നിങ്ങളെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ കഴിയും. ഒരു ഭൂകമ്പം മതി നിങ്ങളുടെ നാടുകളെയും നഗരങ്ങളെയും പറ്റെ നിലംപരിശാക്കാൻ. ഗോത്രങ്ങൾ തമ്മിലും ജനസമുദായങ്ങൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലുമുള്ള ശത്രുതയുടെ വെടിമരുന്നറയിൽ ഒരു നേർത്ത തീപ്പൊരി വീണാൽ മതി ലോകമൊട്ടുക്കും നാശം പരക്കാൻ. പിന്നെ കാലാകാലം രക്തച്ചൊരിച്ചിലിൽ നിന്നും സംഘർഷത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനമില്ല. ആകയാൽ ശിക്ഷ ഇനിയും വന്നില്ലെന്ന് വെച്ച് ബോധശൂന്യതയിലും അശ്രദ്ധയിലും മതോന്മത്തരായി നന്മ തിന്മ വിവേചനമന്യേ അന്ധന്മാരെപ്പോലെ കഴിഞ്ഞുകൂടുകയല്ല വേണ്ടത്. അള്ളാഹു പ്രദാനം ചെയ്തിരിക്കുന്ന ആ കാലതാമസം ഒരു നേട്ടമായി കരുതി തന്റേടത്തോടും വിവേകത്തോടും കൂടി പ്രവർത്തിക്കുകയാണ് ഉത്തമം. നിങ്ങളുടെ സമക്ഷം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് സത്യം തിരിച്ചറിയാൻ ശ്രമിക്കുക.
وَإِذَا جَاءَكَ الَّذِينَ يُؤْمِنُونَ بِآيَاتِنَا فَقُلْ سَلَامٌ عَلَيْكُمْ